ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖരനെ ഇന്ന് പ്രഖ്യാപിക്കും. ഇതിനായി ബി.ജെ.പി സംസ്ഥാന കൗൺസിൽ യോഗം തിരുവനന്തപുരത്ത് ചേരും. നിയമസഭാ തിരഞ്ഞെടുപ്പിനായി കർമ്മ പദ്ധതി തയ്യാറാക്കിയാവും രാജീവ് ചന്ദ്രശേഖരന്റെ തുടക്കം. ബി.ജെ.പി സംസ്ഥാന കൗൺസിൽ യോഗ സ്ഥലത്ത് നിന്ന് പ്രശാന്ത് കൃഷ്ണ നമുക്കൊപ്പം വിശദാംശങ്ങളുമായി ചേരുന്നു. പ്രശാന്ത്, ഗുഡ് മോർണിംഗ്. പുതിയൊരു യുഗത്തിന് തന്നെ സംസ്ഥാനത്ത് തുടക്കമാകുന്നു ബി.ജെ.പിയിൽ എന്ന് നമുക്ക് പറയാമോ? രാജീവ് ചന്ദ്രശേഖരന്റെ വരവോടെ എപ്പോഴാണ് കൗൺസിൽ യോഗം ആരംഭിക്കുക? പ്രഖ്യാപനം എപ്പോഴായിരിക്കും? ബി.ജെ.പി രൂപീകരിച്ച ശേഷം ഇത്രയും കാലം കണ്ടിട്ടുള്ള ബി.ജെ.പിയുടെ പ്രവർത്തന ശൈലി ആയിരിക്കില്ല ഇനി എന്ന കാര്യം വ്യക്തമാണ്. കാരണം രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ കേരളത്തിലെ ബി.ജെ.പിയിലെ രണ്ട് ചേരിയായി നിൽക്കുന്ന ഗ്രൂപ്പുകളുടെ ഭാഗമായി വന്ന ആളല്ല. അദ്ദേഹത്തിൻ്റെതായ പിൻഗാമികൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെതായ ഈ സംസ്ഥാന അധ്യക്ഷന്മാർ അല്ലെങ്കിൽ അങ്ങനെ ഒരു വലിയൊരു ഗ്രൂപ്പോ ഒന്നുമുള്ള ആളല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെതായ ഒരു പുതിയ പ്രവർത്തന ശൈലി തന്നെയാണ് കേന്ദ്ര ബി.ജെ.പി നേതൃത്വം കേരളത്തിൽ നടപ്പാക്കാൻ ആഗ്രഹിക്കുന്നത്. അതുതന്നെയാണ് അദ്ദേഹത്തിന് ഈ ചുമതല ഏൽപ്പിക്കാൻ കാരണം. ഇതിനൊപ്പം തന്നെ സംസ്ഥാനത്തെ ഗ്രൂപ്പ് പോരിന് ഗ്രൂപ്പിലധിഷ്ഠിതമായ രാഷ്ട്രീയ പ്രവർത്തനത്തിന് അറുതി വരുത്തുക എന്നതുകൂടി ലക്ഷ്യമിട്ടാണ് രാജീവ് ചന്ദ്രശേഖരന് ഈ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ രാവിലെ 11 മണിക്ക് ബി.ജെ.പി ദേശീയ നേതൃത്വത്തിൻ്റെ സാന്നിധ്യത്തിൽ ബി.ജെ.പി സംസ്ഥാന കൗൺസിൽ യോഗം ചേർന്ന് രാജീവ് ചന്ദ്രശേഖരനെ ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷനായി പ്രഖ്യാപിക്കും. ഇന്നിപ്പോൾ മുൻപ് ശ്രീനാരായണ ഗുരുവിനെ ഉദ്ധരിച്ച് രാജീവ് ചന്ദ്രശേഖർ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റും പങ്കുവച്ചിട്ടുണ്ടല്ലോ. അതെ, തീർച്ചയായും. കാരണം ഇന്നിപ്പോൾ രാവിലെ അദ്ദേഹം 1 മണിക്കൂർ മുമ്പ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ വചനമാണ്. അതിലിങ്ങനെ പറയുന്നു: വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക, പ്രയത്നം കൊണ്ട് സമ്പന്നരാകുക. അതായത് വിദ്യാസമ്പന്നരെ പാർട്ടിയിലേക്ക് കടന്നു വരാനുള്ള ആഹ്വാനം, ഒപ്പം സംഘടന ആകണം എന്നതിൻ്റെ ആഹ്വാനം, ഒപ്പം പ്രയത്നം കൊണ്ട് വേണം സമ്പന്നരാകാൻ. 3 പ്രസക്തമായ കാര്യങ്ങൾ ഉദ്ധരിച്ചാണ് രാജീവ് ചന്ദ്രശേഖർ പ്രവർത്തകർക്കുള്ള സന്ദേശം തന്നെയാണ് ഇതെന്ന് വേണം മനസ്സിലാക്കാൻ. അതായത് എന്താണ് തൻ്റെ ഫോക്കസ്, ബി.ജെ.പിയുടെ കേരളത്തിലെ പ്രവർത്തന രീതിയിലെ ഫോക്കസ് എന്തായിരിക്കും എന്നതിൻ്റെ സൂചനയാണ് അദ്ദേഹം ഇതിലൂടെ നൽകുന്നത്. ഒപ്പം തന്നെ അതിന് ശ്രീനാരായണ ഗുരുവിൻ്റെ വചനം, ആ വചനം തന്നെ അദ്ദേഹം ഇന്നിപ്പോൾ രാവിലെ സെലക്ട് ചെയ്യുകയും പോസ്റ്റ് ചെയ്യുകയും ചെയ്തു എന്നത് ഏറ്റവും പ്രധാനമാണ്. ഏതായാലും ഇന്നിപ്പോൾ ചുമതലയേറ്റ ശേഷം അദ്ദേഹം ബി.ജെ.പി സംസ്ഥാന കാര്യാലയത്തിലെത്തി ഔദ്യോഗികമായി ചുമതലയെടുക്കും. ഇനി അദ്ദേഹത്തിനോടൊപ്പം പ്രവർത്തിക്കുന്ന സംഘടന ചുമതലകളുള്ള ആർക്കൊക്കെയാണ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഉടൻ തീരുമാനം വരില്ല. കാരണം അത് ബി.ജെ.പി ദേശീയ നേതൃത്വത്തിൻ്റെ കൂടി ഒരു അഭിപ്രായ രൂപീകരണത്തിൻ്റെ ഭാഗമായി മാത്രം നിയോഗിക്കപ്പെടുന്നതാണ്. ഉറപ്പായും അദ്ദേഹത്തിന് വിശ്വസ്തരായിട്ടുള്ളവരും ഒപ്പം തന്നെ കേരളത്തിലെ ബി.ജെ.പിയിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളുടെ ഭാഗമായി നിൽക്കുന്ന മുതിർന്ന നേതാക്കളാണ്, സംഘടനാ പാഠമുള്ളവരാണ്. അവരെ കൂടി ഉൾക്കൊണ്ടായിരിക്കും മുന്നോട്ട് പോവുക.